ആ കുട്ടി ഒരൊറ്റ വാചകം കൊണ്ട് ഒരാളുടെ ജീവിതം തന്നെ മാറ്റിമറിക്കാൻ കഴിയും. ശരിക്കും പറഞ്ഞാലേ ഈ പ്രകൃതി എന്ത് ഭംഗിയല്ലേ കാണാൻ, അള്ളാന്റെ ഓരോ സൃഷ്ടിപ്പേ. ഈ പ്രകൃതി ഇങ്ങനെ കാണുമ്പോൾ എനിക്കൊരു വിഷയമാണ് ഓർമ്മ വരുന്നത്. എന്താ അറിയോ, ഒരിക്കല് ഒരു ജന്മനാ കണ്ണ് കാണാത്തൊരു വ്യക്തി, അദ്ദേഹം ഇങ്ങനെ റോഡരികിൽ ആളുകളിൽ നിന്ന് വല്ല സഹായവും പ്രതീക്ഷിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു തുണിയൊക്കെ വിരിച്ച് എന്തെങ്കിലും നാണയത്തൊട്ടുകൾ ലഭിക്കുമെന്നുള്ള പ്രതീക്ഷയിൽ ഇങ്ങനെ ഒരു വഴീൻ്റെ ഓരത്തിങ്ങനെ ഇരിക്കുക. പക്ഷെ അതിലൂടെ ഒരുപാട് ആളുകൾ നടന്നു പോകുന്നുണ്ട്. ആരും ഇദ്ദേഹത്തെ മെയിൻ്റാക്കുന്നതേ ഇല്ല, ആരും ഒന്നും സഹായിക്കുന്നില്ല. അപ്പോൾ അതിലൂടെ ആ വഴിയിലൂടെ നടന്നു പോകുന്ന ഒരു വിദ്യാർത്ഥി ഇത് കാണാനിടയാണ്. ആ വിദ്യാർത്ഥിക്ക് വല്ലാത്തൊരു വിഷമം തോന്നി. അദ്ദേഹം ജന്മനാ കണ്ണ് കാണില്ല, അദ്ദേഹത്തിന് ജോലിക്ക് പോകാൻ കഴിയില്ല. ഇങ്ങനെ ആളുകളിൽ നിന്ന് എന്തെങ്കിലും സഹായം കിട്ടിയാലേ അദ്ദേഹത്തിന് ജീവിക്കാൻ പറ്റുള്ളൂ എന്നുള്ള സാഹചര്യത്തിലാണ് അദ്ദേഹം ഇരിക്കുന്നത്. അതാണ് ഈ കുട്ടിയെ വല്ലാതെ വിഷമം ഉണ്ടാക്കാനുള്ള കാരണം. അപ്പോൾ ആ കുട്ടി എന്ത് ചെയ്യാനറിയോ, ആ കുട്ടി തൻ്റെ ബാഗിൽ നിന്നും ഒരു പേനയെടുത്ത് തൊട്ടടുത്തുള്ള ഒരു കടയിൽ പോയിട്ട് അവിടെ നിന്ന് ഒരു കാർഡ്ബോർഡിൻ്റെ പീസ് വാങ്ങിക്കൊണ്ടുവന്ന് അതിൽ ചെറിയൊരു വാചകം കുറിച്ചിടുകയാണ്. അങ്ങനെ ഈ കുട്ടി സ്കൂളിലേക്ക് പോയി. ആ കുട്ടിക്ക് പൈസ കൊണ്ട് സഹായിക്കാനൊന്നും കഴിയില്ലല്ലോ, പഠിക്കുന്ന കുട്ടികളല്ലേ. അങ്ങനെ ആ കുട്ടി ആകാംക്ഷയോടുകൂടെ തിരിച്ചു വന്നിട്ട് ഈ യാചകനിലേക്ക് നോക്കുന്നുണ്ട്. കണ്ണ് കാണാത്ത ആ വ്യക്തിയിലേക്ക് ഓടി വന്ന് നോക്കുമ്പോൾ ആ കുട്ടിയെ വളരെയധികം സന്തോഷിപ്പിക്കുന്ന ഒരു സംഭവമാണ് അവിടെ കാണാൻ കഴിഞ്ഞത്. അദ്ദേഹത്തിന് ഒരുപാട് ആളുകൾ സഹായങ്ങൾ നൽകിയിട്ടുണ്ട്. പൈസകൾ അദ്ദേഹത്തിൻ്റെ ആ വിരിപ്പിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് പറയുമ്പോൾ ആ കുട്ടി ഒരൊറ്റ വാചകം കൊണ്ട് ഒരാളുടെ ജീവിതം തന്നെ മാറ്റിമറിക്കാൻ കഴിയുന്നു എന്നുള്ളതിന് വലിയൊരു ഉദാഹരണമാണ്. ഒരൊറ്റ വാചകമേ ആ കുട്ടി കുറിച്ചു വെച്ചിട്ടുള്ളൂ. എന്തായിരുന്നു വാചകം എന്നറിയോ? അതാണ് ഞാൻ പറഞ്ഞത്, ഈ പ്രകൃതി, ആ കുട്ടി എഴുതി വെച്ച വാചകം. ഈ പ്രകൃതി എത്ര സുന്ദരമാണ്, പക്ഷേ അത് കാണാൻ എനിക്കൊരിക്കൽ പോലും സാധിച്ചില്ലല്ലോ എന്നൊരു വാചകമായിരുന്നു ആ കുട്ടി അവിടെ കുറിച്ചു വെച്ചിട്ട് ആ യാചകൻ്റെ അരികിൽ നാട്ടി വെച്ചിട്ട് പോയത്. ഇതിൽ നാം ചിന്തിക്കേണ്ട വിഷയം എന്താ അറിയോ, ഇതുപോലെ ഒരുപാട് ആളുകളുണ്ട്. നമ്മളിൽ നിന്നും ഒരുപാട് ആളുകൾ സഹായം ലഭിക്കുമെന്ന പ്രതീക്ഷയിൽ ജീവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. ചിലപ്പോൾ നമുക്ക് കാശ് കൊണ്ട് അദ്ദേഹത്തെ സഹായിക്കാൻ കഴിഞ്ഞില്ല എന്ന് വന്നേക്കാം. നമ്മുടെ വാക്കുകൊണ്ടെങ്കിലും നാം മറ്റുള്ളവർക്കൊരു ഉപകാരം ചെയ്യുന്ന രൂപത്തിൽ നാം നമ്മുടെ മനസ്സിനെ മാറ്റിക്കഴിഞ്ഞാൽ ഒരുപാട് ആളുകൾക്ക് അത് വലിയ ആശ്വാസമാകും. ആ പിഞ്ചു കുട്ടി ചെയ്ത ഒരൊറ്റ വാചകം കൊണ്ട് അദ്ദേഹത്തിന് അന്ന് സുഭിക്ഷമായ ഭക്ഷണം കഴിക്കാം, നല്ല വസ്ത്രങ്ങൾ വാങ്ങിക്കാം, അതിനാവശ്യമായ പണം അദ്ദേഹത്തിന് അന്ന് ലഭിച്ചു കഴിഞ്ഞു. അപ്പം ഇതുപോലെ നാം ആരെയും ബുദ്ധിമുട്ടിക്കാതെ നമ്മുടെ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ആർക്കും ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ നമ്മുടെ ഒരു വാചകം കൊണ്ടെങ്കിലും മറ്റുള്ളവർക്ക് നമുക്ക് സഹായം ലഭിക്കാൻ കഴിഞ്ഞാൽ അതല്ലേ നമ്മൾ ജീവിതത്തിൽ നമുക്ക് ലഭിക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ, ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ നന്മ. നമുക്ക് നാളെ പരലോകത്തിലേക്ക് ചെല്ലുമ്പോൾ നമുക്ക് എടുത്തു പറയത്തക്കവണ്ണം ഒരു വലിയൊരു നന്മ ലഭിക്കുന്ന ഒരു പ്രവൃത്തിയായി അത് മാറ്റാൻ നമുക്ക് കഴിയില്ലേ? അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ.